മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് കേരളത്തിലെ ക്യാമ്പസുകൾ. ഇവിടെ SIOവിൻ്റെ ഇടം ഒന്ന് വിശദീകരിക്കണം. മുഖ്യധാര രാഷ്ട്രീയ സംഘടനകൾക്ക് അത്ര വലിയ സ്വാധീനമുള്ളതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഒന്ന്, ചില സംഘടനകൾ വളരെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഫാസിസ്റ്റ് സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ക്യാമ്പസിൽ അവരുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാർത്ഥികളെ തൽക്കാലം സംഘടിപ്പിക്കാനും തൽക്കാലം അവരുടെ പരിപാടികൾക്കൊക്കെ പങ്കെടുപ്പിക്കാനും യൂണിയൻ ഇലക്ഷനിൽ വിജയിക്കാനൊക്കെ സാധിക്കുന്നതെന്നല്ലാതെ വിശാലമായ അർത്ഥത്തിൽ വിദ്യാർത്ഥികളെ സ്വാധീനിക്കാൻ മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകൾക്ക് സാധിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, ഇപ്പം ക്യാമ്പസിൽ വിദ്യാർത്ഥി സംഘടനകളിൽ പ്രവർത്തിച്ച ആളുകൾ എടുത്തു നോക്കിയാൽ, ഉദാഹരണത്തിന് SFI, ഉദാഹരണത്തിന് വേണ്ടി മാത്രം SFI എടുത്താൽ, ക്യാമ്പസ് ജീവിതം കഴിഞ്ഞാൽ അതിൽ എത്ര പേരെ SFIക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ CPMന് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വിശാലമായ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നത് ആലോചനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സംഗതിയാണ്. ക്യാമ്പസിൽ അവരോടൊപ്പം നിൽക്കുന്നു എന്ന് അവർ പറയുന്ന വിദ്യാർത്ഥികളിൽ വളരെ കുറഞ്ഞ ശതമാനമേ വിദ്യാർത്ഥി ജീവിതകാലത്തിന് ശേഷവും ഈ പ്രസ്ഥാനങ്ങളോടൊപ്പം നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു സ്വാധീനം അവർക്കുണ്ട് എന്ന് പറയാൻ പറ്റില്ല. തൽക്കാലം കുറച്ച് ആളുകളെ ഒപ്പം കൂട്ടുവാൻ കഴിയുന്നുണ്ട്. SIOവിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മികമായ വളർച്ച, അവരുടെ വ്യക്തിത്വ വളർച്ച എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക എന്നതിന് പകരം വിദ്യാർത്ഥികളെ സംസ്കരിക്കുകയും വൈജ്ഞാനികമായും ആദർശപരമായും സ്വഭാവപരമായും ധാർമ്മികമായും സമുദ്ധരിക്കുകയും അവർക്ക് പരിശീലനങ്ങൾ നൽകുകയും അങ്ങനെ സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് SIOവിൻ്റെ ലക്ഷ്യം, SIOവിൻ്റെ രീതി. അങ്ങനെയുള്ളൊരു രീതിയിൽ സ്വാഭാവികമായും മറ്റു വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തിയോ അവരുടെ ആൾബലമോ ഒന്നും ഒരു വിഷയമേ ആകേണ്ട ഒരു സംഗതിയല്ല. SIOവിൻ്റെതായ ഒരു ലൈനുണ്ട്, ആ ലൈനിലൂടെ സ്വാഭാവികമായി മുമ്പോട്ട്. അപ്പോൾ നിങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് നമ്മുടെ ക്യാമ്പസുകൾ വലിയ സ്വാധീനമില്ല എന്ന് അഭിപ്രായപ്പെട്ടു. മൃഗീയ ഭൂരിപക്ഷം അവകാശപ്പെടുന്ന ക്യാമ്പസുകൾ നിലവിൽ നമ്മുടെ കേരളത്തിലുണ്ട്. അതിനുശേഷം ക്യാമ്പസ് ജീവിതത്തിന് ശേഷം, കലാലയ ജീവിതത്തിന് ശേഷം അത്തരത്തിലുള്ള ആളുകൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ആദർശപരമായിട്ടോ പ്രവർത്തന രംഗത്തോ ഇല്ല എന്നാണ് സമർത്ഥിച്ചത്. നല്ലൊരു ശതമാനം. അപ്പോൾ അവർ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്ന അഭിപ്രായം ഉണ്ടോ? തീർച്ചയായും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്നല്ല അതിൻ്റെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, വിദ്യാർത്ഥികളിൽ ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ മൂഡ് എന്താണോ, അവരുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് ചലിക്കുക എന്നതായിട്ടുണ്ട് പല വിദ്യാർത്ഥി സംഘടനകളുടെയും നിലപാട്. ഇപ്പം ഒരു വിദ്യാർത്ഥി സംഘടന, ഉദാഹരണം പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ വാലന്റൈൻസ് ഡേക്ക് എതിരെ നിലപാടെടുക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന, അവർ യൂണിയൻ ഭരിക്കുന്ന കോളേജിൽ അതേ യൂണിയൻ്റെ കീഴിൽ വാലന്റൈൻസ് ഡേ പരിപാടികൾ നടക്കും. പക്ഷെ മറ്റൊരു ക്യാമ്പസിൽ വേറൊരു യൂണിയൻ്റെ കീഴിൽ വാലന്റൈൻസ് ഡേ പരിപാടി നടക്കുമ്പോൾ അവരതിനെ എതിർക്കുകയും ചെയ്യും. ഇതെന്താണെന്ന് ചോദിച്ചാൽ, വിദ്യാർത്ഥികൾ ഇതിലെയാണോ പോകുന്നത് അതിലെ സംഘടന ചലിക്കുകയാണ്. സംഘടന വിദ്യാർത്ഥികളെ ചലിക്കുകയോ അവർക്ക് ഗൈഡൻസ് കൊടുക്കുകയോ അവരിൽ ഒരു ഫോഴ്സായി, അവരെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സായി മാറുവാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് സാധിക്കുന്നില്ല. ഓരോ ക്യാമ്പസിൻ്റെയും അതിൻ്റെ താൽക്കാലികമായ ആവശ്യങ്ങൾ, അതിൻ്റെ മൂഡ് അതിനനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ അവരെ വരുതിയിലാക്കുക, എന്നിട്ട് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നതാണ് ക്യാമ്പസുകളിൽ ഇന്ന് നല്ലൊരു ശതമാനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായ ഉള്ളടക്കം കുറഞ്ഞ ഒരു ഏർപ്പാടാണ് നിലവിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയം, വിദ്യാർത്ഥി സംഘടന, യൂണിയൻ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ. ഈ പശ്ചാത്തലത്തിൽ SIO ക്യാമ്പസുകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒന്ന് വിശദീകരിക്കാം. SIO ഞാൻ നേരത്തെ പറഞ്ഞു, SIOൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുകയും അവരിൽ വൈജ്ഞാനികവും ധാർമ്മികവും വ്യക്തിത്വപരമായ വളർച്ച ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. SIO പ്രവർത്തനങ്ങളുടെ ഏറ്റവും അധികം ഊർജം ചെലവഴിക്കപ്പെടുന്നത് അതിൻ്റെ സമയത്തിൽ നല്ലൊരു ശതമാനം, അതിൻ്റെ പണത്തിൽ നല്ലൊരു ശതമാനം, അതിൻ്റെ സംഘടനാ പരിപാടികൾ നല്ലൊരു ശതമാനം,
ഏറ്റവും കൂടുതൽ ശതമാനം ചെലവഴിക്കപ്പെടുന്നത് ഈ സ്വഭാവത്തിലുള്ള പരിപാടികൾക്ക് വേണ്ടിയാണ്. പരിശീലന പരിപാടികൾ, ക്യാമ്പുകൾ, ജില്ലാതലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും ദേശീയ തലത്തിലുമുള്ള വ്യത്യസ്ത സ്വഭാവത്തിലുള്ള പരിശീലന പരിപാടികൾ. അങ്ങനെ വിദ്യാർത്ഥികൾക്കിടയിൽ ആദർശപരമായ അടിത്തറയുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുക, അവരെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ സംഗതി, വിദ്യാഭ്യാസ രംഗത്തും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടും ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ അപ്പോൾ പ്രതികരിക്കുക, സമരപരിപാടികൾ രൂപപ്പെടുത്തുക. അത്തരം സമരങ്ങളിൽ പരമാവധി വിദ്യാർത്ഥികളുടെ സഹകരണവും പങ്കാളിത്തവും ഉറപ്പാക്കുക എന്നുള്ളതാണ് SIO ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. ഇത് രണ്ടും സന്തുലിതമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ SIO വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ഇടപെടലുകളെ ഈ വിദ്യാർത്ഥി സമൂഹം പൊതുവെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? SIOനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ സംഘടനാ ബലം എന്ന് പറയുന്നത്, സംഘടനാ ശക്തി എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. മറ്റ് പല വിദ്യാർത്ഥി സംഘടനകളുമായി തട്ടിച്ച് നോക്കുമ്പോൾ കുറവാണ്. മറ്റൊരു കാര്യമുള്ളത്, SIO ക്യാമ്പസിൽ SIO മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിൽ രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയമായി ശക്തമായി പിൻബലമുള്ള വിദ്യാർത്ഥി സംഘടനകളാണ്. കേരളം ഭരിക്കുകയും കേരളത്തിൽ നിരന്തര വിദ്യാഭ്യാസ മന്ത്രിയാവുകയൊക്കെ ചെയ്ത പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകളോടാണ് SIO മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു സംസ്ഥാനത്ത് ഒരു വാർഡ് പോലും ഇതുവരെ ഭരിച്ചിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ മാത്രമാണ് ഇതിനുള്ളത്. പക്ഷേ എന്നാലും വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയമായ പിന്തുണ ഇല്ലാതിരുന്നിട്ട് പോലും വിദ്യാർത്ഥികൾക്കിടയിൽ സ്വാധീനം ചെലുത്തുവാനും അവർക്കിടയിൽ ഒരു ഫോഴ്സായി, ഒരു നിർണായക ഒരു ഡിറ്റർമിനിങ് ഫോഴ്സായിട്ട് മാറുവാൻ SIOന് സാധിച്ചിട്ടുണ്ട്. ഒരു കാരണം, വളരുന്ന തലമുറയിൽ ഈ പുതിയ SIO ഉയർത്തിപ്പിടിക്കുന്ന ആശയാദർശങ്ങളോടുള്ള താല്പര്യം ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇത്രയും ചെറിയൊരു സംഘടനയായിരിക്കെ തന്നെ SIO ഉയർത്തുന്ന സമരങ്ങൾ കേരളീയ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, ഏറ്റെടുക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു സ്പോർട്സ് ലോട്ടറിയുമായി ബന്ധപ്പെട്ട വിഷയം. ഒരു